ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ക്രിസ്മസ് റിലേറ്റഡ് റീത്താണ്. ഒറിഗാമി ഷീറ്റ് വെച്ചിട്ട് ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള ഒരു ക്രിസ്മസ് ഡെക്കോർ. അപ്പോൾ ഇതൊരു വാൾ ഹാങ്ങിങ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒറിഗാമി പേപ്പർ എടുത്തിട്ടുണ്ട്. ഒരു ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രെയിം വേണം. അപ്പം ഞാനിങ്ങനെ അരിപ്പയ്ക്കകത്ത് ഇതുപോലത്തെ ഒരു ഫ്രെയിം കിട്ടത്തില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നടുഭാഗത്തുള്ള ആ നെറ്റൊക്കെ കട്ട് ചെയ്തിട്ട് ഞാനിതുപോലെ ആ ഫ്രെയിം മാത്രമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഇതുള്ളത് കൊണ്ടാണ് ഞാനിത് എടുക്കുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ട്യൂബോ കമ്പിയോ ഒക്കെ നമുക്ക് ഇതേപോലെ വളച്ചെടുക്കാം. അതും ഇല്ലെന്നുണ്ടെങ്കിൽ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ട് അതൊന്ന് ഇൻസുലേഷൻ ടേപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും സാറ്റിൻ റിബണോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് കവർ ചെയ്തെടുക്കാം. ഇനി ഞാനിത് ആ ഒരു പേപ്പർ ഇതുപോലെ നീളത്തിൽ, അതായത് ഒരു ഷീറ്റ് 4ആയിട്ട് മടക്കിയിട്ട് നീളത്തിനാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിലൊരു ഭാഗം എടുത്തിട്ട് ഇതുപോലെ ഒന്നിൻ്റെ അടുത്ത് ഒന്നായിട്ട് ഇതുപോലെ വിരൽ വെച്ച് മടക്കി കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ്. കാണാൻ നല്ല ഭംഗിയാണ്. എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ എന്തായാലും, അതായത് ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവരുടെ കയ്യിൽ എന്തായാലും ഇതുപോലുള്ള ഒറിഗാമി പേപ്പേഴ്സ് പിന്നെ ക്രേപ്പ് പേപ്പറും എല്ലാം എന്തായാലും കാണും. ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവരുടെ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, എന്നാൽ ഫൈനൽ ലുക്ക് നല്ല രസമാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ട് നമ്മളൊന്ന് സെക്യൂറായിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാപ്ലർ കൊണ്ട് ഇതിൻ്റെ ഒരറ്റം പിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, ഒരു വിശറി പോലെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഒരറ്റത്ത് ഒന്നുകിൽ ഒരു ഫ്ലവർ ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു ആരോ ഷേപ്പിൽ ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനൊരു വി ഷേപ്പിലാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ കുറേ അധികം ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ആ ഒരു റിങ് സെറ്റ് ചെയ്യുന്ന റിങ് വലുതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഇതുപോലെ കുറേ ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ചെറിയ റിങ്ങാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് പേപ്പേഴ്സ് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. കണ്ടില്ലേ, ഇത് ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലെ ഞാൻ കുറേ അധികം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒന്ന് ആ ഒരു ഫ്രെയിമിൽ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിവിടെ ഫെവി ബോണ്ടാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണ് വെച്ച് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഫെവിക്കോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും പശയാണെങ്കിൽ പെട്ടെന്നൊന്നും ഒട്ടിക്കിട്ടത്തില്ല. ഇത് ഫെവി ബോണ്ട് തന്നെ കുറേ സമയം എടുത്തു എങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ആ അരിപ്പയുടെ ഭാഗം ആ നെറ്റില്ലേ മുഴുവനായിട്ട് കട്ട് ചെയ്യാത്തത് ഇതുപോലെ ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എൻ്റെ കയ്യിൽ ഗ്ലൂ ഗണ്ണിൻ്റെ ആ ഒരു സ്റ്റിക്ക് തീർന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫെവി ബോണ്ട് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. കുറേ സമയമായപ്പോഴത്തേക്ക് അതിങ്ങനെ ആ നെറ്റിലിങ്ങനെ ഒട്ടിപ്പിടിച്ച് കുഴപ്പമില്ല, സെക്യൂറായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഫൈനൽ ഞാനിത് ഒട്ടിച്ചെടുത്തതിന് ശേഷം ഒരു ചെറിയ ഒരു സാറ്റിൻ റിബൺ കൊണ്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ല. അത് വേറൊരു വാൾ ഡെക്കോർ ഇളകിപ്പോയപ്പോൾ അതിലിരുന്നതാണ് ഞാൻ എടുത്ത് ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ദേ ഒരു ഭാഗം വിട്ടേക്കുന്നില്ലേ, അവിടെ ഞാൻ ദേ ഇതുപോലെ ഒട്ടിച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ ഫ്ലവർ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. നിങ്ങൾക്കിനി ഈ ഫ്ലവർ മേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. സിമ്പിളാണ്. അപ്പോൾ ഞാൻ അതും കൂടെ കാണിക്കാം. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ ചാനൽ കാണുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് റിലേറ്റഡ് ക്രാഫ്റ്റ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്